കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞതായാണ് മൊഴി. ആൺ സുഹൃത്തിനോട് കൊന്നില്ലെങ്കിൽ താൻ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുള്ളതായി വിവരങ്ങൾ വരുന്നുണ്ട്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപും പെൺകുട്ടിയും ശിവൻകുട്ടിയും തമ്മിൽ വഴക്കുണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായെന്ന മൊഴിയും പോലീസ് പരിശോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശരണ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആലപ്പുഴ SP പ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? കരുവാറ്റയിലെ കേരളത്തെ ആകെ ഞെട്ടിച്ച കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിക്ക് ഈ കൊല്ലപ്പെട്ട ആളുമായി അടുത്ത ബന്ധുവാണ് കുട്ടിയുടെ ഈ കൊല്ലപ്പെട്ടയാൾ. ആ വ്യക്തിയുമായി കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല ഘട്ടത്തിലും ഈ വ്യക്തിയെ, അതായത് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഈ കുട്ടി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ കൂടി പോലീസ് ലഭ്യമായി. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് താൻ ഈ ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ വിവരം ഉൾപ്പെടെ അത് പോലീസിനോട് പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള മുൻവൈരാഗ്യം ഈ കുട്ടിക്ക് ശിവൻകുട്ടിയോട് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലൊരു പക എന്തുകൊണ്ടാണ് കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്? അതായത് ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലെല്ലാം തന്നെ ശിവൻകുട്ടിയോട് കുട്ടിക്ക് പകയുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ യാതൊരുവിധ കുറ്റബോധവും ഈ കുട്ടികൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൊലപ്പെടുത്തുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്ത ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഈ 13-കാരിയാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. അത്രമേൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് ശിവൻകുട്ടിയോട് പെരുമാറിയതെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആ പരിസരത്തു നിന്നുമൊക്കെ അന്വേഷിച്ചതെന്ന് മനസ്സിലായിട്ടുള്ളത് ഈ കുട്ടിയുടെ സൗഹൃദങ്ങളെ സംബന്ധിച്ച് ശിവൻകുട്ടിക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നലെ നമുക്ക് കരുവാറ്റയിലെ കേസിൽ പിടിയിലായിട്ടുള്ളവരെല്ലാം തന്നെ കുട്ടികളാണ്. അതായത് 15ഉം 16ഉം 13ഉം വയസ്സുള്ള കുട്ടികളാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഈ പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിലും ഇവർക്ക് ആർക്കും കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൺ സുഹൃത്തിനോട് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അത് താൻ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോ കോൾ ചെയ്ത്, അതായത് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായൊരു പകയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. മോഷണത്തോടൊപ്പം, അതായത് ഒരു മോഷണ ശ്രമം മാത്രമല്ല, മോഷണത്തോടൊപ്പം തന്നെ കരുതിക്കുട്ടിയുള്ള കൊലപാതകം, അത് മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള രീതിയിലേക്ക് സൂചനകൾ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കുട്ടി ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അതായത് കൊല്ലപ്പെട്ടയാൾ ബാറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴി കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാരണം ദീർഘകാലം അമ്മ വിദേശത്തായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു തകർന്ന കുടുംബത്തിലെ ഒരു കുട്ടിയും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള അടുത്ത ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ഉണ്ടായിരുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ലഹരി ഉപയോഗം ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കൊലപാതകം നടത്തുന്ന സമയത്തുൾപ്പെടെ രാസലഹരി കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടിക്കും ലഹരി എത്തിച്ചു നൽകാറുണ്ടായിരുന്നു. പല സുഹൃത്തുക്കൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. എല്ലാത്തരം ലഹരി, അതായത് കഞ്ചാവും മദ്യപാനവും അതോടൊപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗ്സും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവര് സംഘടിതമായി ഉപയോഗിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. പലപ്പോഴും ഒരു കൂടിച്ചേരലിന് ആ വീട് ഉപയോഗിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂടിച്ചേരലിനൊക്കെ ആ വീട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഇനിയും അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. പ്രാഥമികമായി പോലീസിന് ഈ കൊലപാതകം നടത്തിയത് ആര് എന്നുള്ള കണ്ടെത്തുക എന്നതായിരുന്നു പ്രാഥമികമായി പോലീസിന്റെ ടാർഗറ്റ്. അതെന്തായാലും അവർ വളരെ പെട്ടെന്ന് തന്നെ അഭിനന്ദനാർഹമായ രീതിയിൽ തന്നെ അത് അച്ചീവ് ചെയ്തു. പക്ഷേ ഇനി ഇതിനകത്തും ഏറെ കുറേ നൂലാമാലകളുണ്ട്. അതിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് ഉണ്ട്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുട്ടികൾക്ക് ലഹരി ലഭ്യമായിട്ടുണ്ട്, അത് എവിടുന്ന് ആണ് ലഭ്യമാകുന്നത് എന്നതുൾപ്പെടെ. മോഷ്ടിച്ച സ്വർണം പണയം വെക്കാനായിട്ട് ഒരാൾ സഹായിച്ചു എന്നുള്ളൊരു മൊഴി ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ ഇപ്പോൾ?
കരുനാഗപ്പള്ളിയിലെ 19-കാരനെയാണ് സ്വർണം ഏൽപ്പിച്ചിരുന്നത്. അത് ഇന്നലെ പോലീസ് ഈ സ്വർണം മുഴുവൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിലൊരു മോതിരം മാത്രമാണ് ഇവർ വിറ്റിട്ടുണ്ടായിരുന്നത്. ബാക്കി ആ വീട്ടിൽ നിന്ന്, അതായത് ശിവൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം മുഴുവൻ പോലീസ് ഇന്നലെ തന്നെ അവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കരുനാഗപ്പള്ളിയുടെ 19-കാരൻ്റെ കയ്യിൽ ഈ സ്വർണം ഉണ്ടായിരുന്നു. അയാളെയാണ് ഇത് ഏൽപ്പിച്ചിരുന്നത്, വിൽക്കാൻ ഏൽപ്പിച്ചത്. പക്ഷേ ഇത് സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ, അതായത് നിലവിലത്തെ അന്വേഷണത്തിൽ ഈ കരുനാഗപ്പള്ളിയിലെ ആൾക്ക് അത്തരത്തിൽ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് വിവരമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായ ഒരു വിശ്വാസത്തിലെടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു 30 മണിക്കൂറല്ല, അതിനു മുൻപ് തന്നെ ഏകദേശം ഒരു ദിവസം പിന്നിടുമ്പോൾ തന്നെ പ്രതികൾ ആര് എന്നുള്ളൊരു കൃത്യമായൊരു കൺക്ലൂഷനിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ ട്രെയിൻ മാർഗമാണ്, അതായത് കൊല്ലം പറവൂരിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്. ആ ട്രെയിൻ ടിക്കറ്റുകൾ ഉൾപ്പെടെ പോലീസിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഫോൺ രേഖകൾ ഒക്കെ പരിശോധിച്ച് വരികയാണ്. ഈ കൊലപാതക ശേഷം ഇവരെല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. 2 പേർ സുഹൃത്തുക്കളുടെ വീട്ടിൽ മാറി നിൽക്കുകയായിരുന്നു, ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പിടിക്കുമ്പോഴും ഈ പെൺകുട്ടിക്ക് 13 വയസ്സും മറ്റ് 3 കുട്ടികൾക്ക് 16ഉം 17ഉം വയസ്സാണ്. ഇവരെ പിടിക്കുന്ന ഘട്ടത്തിലും ഇവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലും ലെവലേശം അവർക്ക് ആ ഒരു കുറ്റബോധമോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ധാരണയോ അതിൻ്റെ ഒരു വ്യാപ്തിയോ മനസ്സിലാകാതെയാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.